എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ വന്നു. മന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്. ആചാരം സംരക്ഷിക്കാൻ 1000 പേരുണ്ടാവും, ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു പട്ടി കുഞ്ഞു പോലും വരില്ല എന്ന് മഹാനായ പേഴ്സണൽ ട്രെയിനർ സുജിൻ ലാലിൻ്റെ വാക്കുകൾ നിങ്ങൾ 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇന്നലെ ഉണ്ടായിട്ടുള്ള മന്തിയുടെ വിവാദം. അപ്പോൾ ആചാരം സംരക്ഷിക്കാൻ അവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനുവേണ്ടി പ്രതിഷേധം നടത്താം, എന്ത് അനുഭവം വേണമെങ്കിൽ കാണിക്കാം, അതിന് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും വേണമെങ്കിൽ വിളിക്കാം, അത് ആചാരത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരാൾക്കും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പറയാനോ അതിനുവേണ്ടി വീഡിയോസ് ഇടാനോ യാതൊരു അവകാശമില്ല. ഈവൻ സ്വന്തം മക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വരെ ഇവിടെ അച്ഛനമ്മമാർക്ക് അവകാശമല്ല. പക്ഷേ ആചാരം സംരക്ഷിക്കാൻ 1000 അല്ല 1,00,000 പേര് വരണ്ടോ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ വന്നു. മന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്. കുട്ടികളും വലിയ ആൾക്കാരും നല്ല അറിവുള്ള ആൾക്കാരൊക്കെ ഇരുന്നിട്ട് മന്തി കഴിക്കുകയാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളും അടുത്തിരുന്നിട്ട് വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരും ഇങ്ങനെ മന്തി കഴിക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുട്ടികൾക്കായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എനിക്ക് പോയിട്ട് കുട്ടികളെ മന്തി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് നല്ലതല്ല, അത് പ്രത്യേകിച്ച് മന്തി പോലുള്ള ഹെവി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല എന്ന അവകാശമില്ല അത്. പക്ഷേ ആചാരം ആണ് അവിടെ ലംഘിക്കപ്പെട്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ 100 അല്ല 150 അല്ല എത്ര ആൾക്കാർ വേണമെങ്കിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണു, ആചാരം സംരക്ഷിക്കാൻ 1000 പേരുണ്ടാവും, ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല.